നവോത്ഥാന നായകനും വിപ്ലവകാരിയുമായ VT-യുടെ പേരിലുള്ള സാംസ്കാരിക സമുച്ചയം ഉടൻ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മുന്നോട്ട് സംഘടന യാക്കരയിലെ സ്മാരകത്തിന് മുന്നിൽ ധർണ നടത്തി. കഴിഞ്ഞ വർഷം മെയ് 19-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം തികയാറാകുന്നു. ഇപ്പോഴും ഈ സമുച്ചയം പൊതു ആവശ്യങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ടില്ല. കിഫ്ബിയിൽ നിന്ന് 68 കോടി ചിലവാക്കി 1 ലക്ഷം ചതുരശ്ര അടിയിലാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടൗൺ ഹാൾ, അനക്സ് ഒക്കെ പാലക്കാട്ടുകാർക്ക് അന്യമായിട്ട് വർഷങ്ങളായി. ഈ സ്മാരകം തുറന്നുകൊടുത്താൽ പാലക്കാട്ടുകാർക്ക് ചുരുങ്ങിയ ചെലവിൽ ചിത്രപ്രദർശനം, കലാപരിപാടികൾ ഒക്കെ നടത്താൻ പറ്റും. എന്നാൽ പിന്നോക്ക ജില്ലയായ പാലക്കാടിനോട് സർക്കാരും ജനപ്രതിനിധികളും എന്നും തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത്. പാലക്കാട്ടുകാർക്ക് ഇത്രയൊക്കെ മതി എന്നാണ് ഇവരുടെ നയം. ഇത് അവസാനിപ്പിച്ചേ തീരൂ എന്നും സംഘടന ആവശ്യപ്പെട്ടു. വിപ്ലവകാരിയുമാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ പേരിൽ പാലക്കാട് നഗരമധ്യത്തിൽ ഇങ്ങനെ ഒരു സാംസ്കാരിക സമുച്ചയം ഉണ്ടായത് നല്ലൊരു കാര്യമാണ്. സർക്കാർ നടത്തിയ ഈ നടപടി നമ്മൾ ശ്ലാഘിക്കേണ്ടതാണ്. എന്നാൽ ഈ കിഫ്ബിയിലെ 68 കോടി രൂപ ചെലവഴിച്ച് 1 ലക്ഷം ചതുരശ്ര മീറ്ററിലുള്ള ഈ സമുച്ചയം കഴിഞ്ഞ 2025 മെയ് മാസം 19-ാം തീയതി കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം 1 വർഷത്തോളം ആകാനാവുന്നു. ഇതുവരെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ പാലക്കാട് നഗരത്തിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ, പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കാനായിട്ട് ടൗൺ ഹാൾ അന്നക്സോ ഇല്ലാതായിട്ട് വർഷങ്ങളായി. അങ്ങനെ ഇരിക്കെ ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇവിടെ ഇങ്ങനെ ഒരു സമുച്ചയം ഉണ്ടായതിൽ പാലക്കാടുകാർ സന്തോഷിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അവർക്ക് ഇത് നായ്ക്കും നരിക്കും ഉപകാരമില്ലാത്ത മാതിരി വെറുതെ ഒരു കെട്ടിടം ഇവിടെ കെട്ടിയിട്ടിട്ട് പിന്നെ കോടിക്കണക്കിന് രൂപ അത് ദിനംപ്രതി അതിന് നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്.